ഞമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു, 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.25 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും. ഹലോ അപ്പു സാറേ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറെ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമ വിടല്ലേ മാമ, മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. ആ വരി ഒന്നുമില്ലേ, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് നിങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ടാ? തന്ന് കണ്ട ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി കൊടു 1.25 ലക്ഷം അപ്പുക്കുട്ടന്. അല്ല, നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, ഇന്ന് എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കൂടെ? അത് അന്നോട് ഇപ്പൊ ഇവിടെ ചാവണ്ടാ പറഞ്ഞു കടന്നു പോടെ ഒത്ത്. നിങ്ങൾ ചാവിടിക്ക്. അല്ലെങ്കിൽ 1.25 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന്റെ പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ അടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.25 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ? നാളെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ നൂറേ, എടാ നൂറേ. എന്താ മാമ? എന്റെ കൂട്ടുകാരൻ പോവാണ്. നൂറുടെ വാ. ഇല്ല, ഓൻ വരുന്നില്ല. ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി. ലേശം കാര്യം. എന്ത് കാര്യ മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റായിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ? എടാ പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയില്ല. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല് കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്നതാ നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 മണിക്ക് വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ, ചേട്ടൻ ഇവിടെ കുളിക്കാലോ. വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ, ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രൻ നായർ മിസ്സിസ് ആണല്ലേ? അതെ ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ. അത് തലേ കൂടെ തൈരും കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടായിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ലേറ്റ് ആക്കട്ടെ, രാഹുകാലം തെറ്റിക്കാതെ. ഇതിലിപ്പത്തിന് ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതിലൊരു 40 ഉറുപ്പിയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന്. സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനൊരു നിവർത്തിയോട് വന്നതുകൊണ്ട്. പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21-ന്. അതല്ല നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോരല്ലോ. നമ്മൾ തമ്മിലൊന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കണം. പിന്നെ നമ്മൾ നമ്മളെ പറഞ്ഞ പോലെ.